ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസനത്തിന് ഊർജ്ജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യയിലെ കൊലാലംപൂരിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്ക ഇന്ത്യയ്ക്ക് ചുമത്തുന്നത് കുറഞ്ഞ നികുതി നിരക്കെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിയുള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ്. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. വികസനത്തിന് ഊർജ്ജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസമാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ കറൻസിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊലാലംപൂരിൽ 15,000 ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഉടനെ മലേഷ്യയിലും അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Malaysia has the second largest Indian origin community in the world. There is so much that connects Indian and Malaysian hearts. You have connected roti canai with the Malabar parota, coconut, spices, and of course, teh tarik. The flavors feel so familiar, whether it is in Kuala Lumpur or Kochi. 2 ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിനായി കൊലാലംപൂരിലെത്തിയ പ്രധാനമന്ത്രിയെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധിതല ചർച്ചകളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നാളെ നടക്കും. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാറിലൂടെ ഇന്ത്യ കയറ്റുമതികൾക്കുള്ള 50% നികുതി ഇപ്പോൾ 18% കുറച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ-US സംയുക്ത പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കുറഞ്ഞ നികുതി നിരക്കാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ കാർഷിക ക്ഷീരമേഖലകളെ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാറെന്നും മന്ത്രി പറഞ്ഞു. സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, കാപ്പി, കശുവണ്ടി, ചെസ്നട്ട്, അവക്കാഡോ, മാമ്പഴം, കിവി, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇനി മുതൽ നികുതി ഉണ്ടാവില്ലെന്നും രാജ്യത്തെ എല്ലാ മേഖലകളിലും ഈ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ വികസന പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്രഭരണ പ്രദേശത്തെ പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. നിക്ഷേപം, വ്യവസായം, കായികം എന്നിവയിലെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ജമ്മു കാശ്മീർ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിയുള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വെള്ളക്കരത്തിന്റെ വർധനവിൽ ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. വ്യാജ പ്രചരണങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ ആശ്രയമായി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നതായി മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1500 ആൻജിയോപ്ലാസ്റ്റികൾ ഉൾപ്പെടെ 5000-ലധികം കാർഡിയോളജിക്കൽ ചികിത്സകളാണ് ഇവിടെ നടന്നതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തുണ്ടായ സമഗ്ര മാറ്റത്തിനുള്ള ഉദാഹരണമാണ് ഈ ആശുപത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ചേവായൂരിലെ ത്വക്ക് ആശുപത്രി വളപ്പിലെ 20 ഏക്കർ സ്ഥലത്താണ് രാജ്യത്തെ ആദ്യ അവയവമാറ്റ ശസ്ത്രക്രിയ ആശുപത്രി സ്ഥാപിക്കുന്നത്. 2 ഘട്ടങ്ങളായി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 299 കോടി രൂപയാണ് ചെലവ്. ഇതിനു പുറമെ ഉപകരണങ്ങൾക്കായി 99 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ICU, HDU സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ തൊഴിൽ മേഖലയിലും അടിസ്ഥാന വൈദഗ്ധ്യം നൽകി തൊഴിലിനെ പ്രാപ്തമാക്കുകയാണ് വിജ്ഞാന കേരളത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര സെയിന്റ് ഗ്രിഗോറിയസ് കോളേജിൽ വിജ്ഞാന കേരളം സംഘടിപ്പിച്ച തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും വിജ്ഞാന കേരളത്തിന്റെ പ്രവർത്തനം സഹായകമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. തൃശൂർ ഉല്ലൂക്കരയിൽ തിരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AS സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മാസം 10 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 60 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. 131ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മിഷണറി വിഭാഗമായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ പമ്പ മാരാമൺ മണൽപ്പുറത്ത് ഈ മാസം 15 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നാളെ ഉച്ചയ്ക്ക് 2:30 മലങ്കര മർത്തോമ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിലുള്ള 101 അംഗ ഗായക സംഘമാണ് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. 100,000 പേരെ ഉൾക്കൊള്ളാവുന്ന പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. മണൽപ്പുറത്തുള്ള 3 താത്കാലിക പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. KSRTC ബസ് സർവീസും ക്രമീകരിക്കുന്നുണ്ട്. ICIC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ അമേരിക്ക മത്സരം മുംബൈയിലെ വാങ്ഡെ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ അമേരിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺ എന്ന നിലയിലാണ്. അതേസമയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് 35 റൺ ജയം. ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിൽ കോർപ്പറേഷൻ നഗരസഭാ ഉദ്യോഗസ്ഥർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ സ്റ്റേറ്റ് അർബൻ പ്രോഗ്രാം ഓഫീസർ B അനീഷ്, AYC ടെസി മാർക്കോസ്, RS അമീർ ഷാ, M പൂജ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ബേപ്പൂരിനെ അന്താരാഷ്ട്ര മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു. ടൂറിസം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന നയമാണ് സർക്കാരിനുള്ളതെന്നും ടൂറിസത്തിലൂടെ അതത് പ്രദേശത്തെ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസ വികസന പദ്ധതിയുടെ ഭാഗമായ അന്താരാഷ്ട്ര സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി. ജില്ലാ അതിർത്തിയിൽ UDF നേതാക്കൾ യാത്രയെ സ്വീകരിച്ചു. തുടർന്ന് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംസ്ഥാനത്തെ എല്ലാ മേഖലയിലെയും വികസനത്തിനായി UDFന് പ്രത്യേക പദ്ധതികൾ തയ്യാറായിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി, RBI ഗവർണർ എന്നിവരുടെ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്ന വീഡിയോകൾ വ്യാജമാണെന്ന്, ഈ വീഡിയോകൾ ഡിജിറ്റലായി രൂപപ്പെടുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം പറഞ്ഞു. ഇത്തരം പ്രൊമോഷണൽ വീഡിയോകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പണം നിക്ഷേപിക്കണമെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിന് ഊർജ്ജം പകരുന്ന വിശ്വസ്ത പങ്കാളിയായാണ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യയിലെ കൊലാലംപൂരിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്ക ഇന്ത്യക്ക് ചുമത്തുന്നത് കുറഞ്ഞ നികുതി നിരക്കെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിയുള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ്. ICIC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.